ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡാറ്റ ടൈപ്പുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എക്സ്പ്രഷൻസ് ആണ്. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലിറ്ററൽസ്, വേരിയബിൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. കോമ്പിനേഷൻ ഓഫ് ലിറ്ററൽസ്, വേരിയബിൾസ്, ഓപ്പറേറ്റേഴ്സ്. അതിൻ്റെ അതായത് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡാറ്റൻ്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്, വേരിയബിൾസ്, ലിറ്ററൽസിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയുക. നമുക്കറിയാം, നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയൊക്കെ ബേസ് ആയിട്ട് നമ്മളിത് പഠിക്കലുണ്ട്. അതേപോലെ ഇവിടെ ഒന്ന് പറയാനുള്ളൂ. പിന്നെ ഇതിൽ കണ്ടീഷണൽ എക്സിക്യൂഷൻ ആൻഡ് ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂഷ്വലി ഡിപ്പെൻഡ് അപ്പോൺ ദ വാല്യൂ ഓഫ് എൻ എക്സ്പ്രഷൻ ടു ഡിറ്റർമൈൻ ലൂപ്പ് കണ്ടിന്യൂഷൻ ഓർ കോഡ് ബ്രാഞ്ചിങ്. അപ്പോൾ ഒരു കണ്ടീഷണൽ എക്സിക്യൂഷൻ ചെയ്യുക, അതായത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഭാഗം ചെയ്യുക. അതേപോലെ ഒരു ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുക. അവിടേക്ക് എന്താണെന്നറിയോ, അവിടെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഇനി ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ഇനി ബ്രാഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതിലേ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ലൂപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് അതിൻ്റെ അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ കണ്ടീഷൻ റോങ് ആവുന്നത് അപ്പോഴാണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രഷൻ നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് വെറൈറ്റി ഓഫ് എക്സ്പ്രഷൻ്റെ എക്സാമ്പിളാണ്. അതായത് മൈ വേരിയബിൾ നെയിം പ്ലസ് 1 എങ്ങനെ കൊടുക്കാം, നമുക്കറിയാലോ ഇത് 3.14159 എന്നുള്ളതൊരു എക്സ്പ്രഷനാണ്. പിന്നെ ഒരു കണ്ടീഷൻ കണ്ടോ, ഈഫ് മൈ വേരിയബിൾ ഈക്വൽ ടു എം മെയിൽ 1 ഫീമെയിൽ 1 അങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കണ്ടീഷൻസ് അല്ലെങ്കിൽ അതേപോലെ ലിറ്ററൽസ് അല്ലെങ്കിൽ വേരിയബിൾസ്, അതിനൊക്കെ നമ്മൾ എന്താ പറയുക, എക്സ്പ്രഷൻസ് എന്നാണ് പറയുക. ഇനി ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. MySQL most of the functions that MySQL makes available for use in SQL statement can also be used within stored programs. അപ്പോൾ MySQL അവൈലബിൾ ആക്കുന്ന ഒരുവിധം എല്ലാ ഫങ്ഷൻസും എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർഡ് പ്രോഗ്രാംസിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫങ്ഷൻസ് SQLലും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പക്ഷേ സ്റ്റോർഡ് പ്രോഗ്രാംസിൽ വന്നിട്ട് ചില കേസുകളുണ്ട്, അതായത് ഈ മൾട്ടിപ്പിൾ റോ ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യാൻ കഴിയില്ല, യൂസ് ചെയ്യാൻ കഴിയില്ല. ദീസ് ഇൻക്ലൂഡ്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്, സമ്മ്. അതായത് ഈ സ്റ്റോർഡ് പ്രോഗ്രാംസിൽ നമുക്ക് ഒരുവിധം എല്ലാതും യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഫങ്ഷൻസ് ആണ് സമ്മ്, കൗണ്ട്, മിന്ന്, മാക്സ്, ആവറേജ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എന്താണ്, MySQLൽ അതൊക്കെ എന്താണ്, സപ്പോർട്ടബിൾ ആണ്. പക്ഷെ നമുക്ക് നമ്മളെ സ്റ്റോർഡ് പ്രോഗ്രാംസിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ MySQL accepts these functions within expressions but they will return null as shown in the following example. അപ്പോൾ MySQL ഇത് ആക്സെപ്റ്റ് ചെയ്യും എക്സ്പ്രഷൻസ് ആയിട്ട്, പക്ഷെ നള്ളായിട്ടാണ് എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുക നമ്മൾ സ്റ്റോർഡ് പ്രോഗ്രാംസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് താഴെ കൊടുത്തത്. ഇപ്പോൾ ഒരു ക്രിയേറ്റ് പ്രൊസീജിയർ ഫങ്ഷൻസ് എന്നുള്ളൊരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തു. ബിഗിൻ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിക്ലെയർ എ ഇൻറ്റ് ഡിഫോൾട്ട് 2, ഡിക്ലെയർ ബി ഇൻറ്റ് ഡിഫോൾട്ട് 3, ഡിക്ലെയർ സി ഫ്ലോട്ടായിട്ട് ഡിക്ലെയർ ചെയ്തു. സെറ്റ് സി ഈക്വൽ ടു സം ഓഫ് എ, സെലക്ട് സി എൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു, കൊടുത്തു. അപ്പോൾ അവിടെ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് എൻ്റെ സമ്മിനെയാണ്. സം എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർഡ് പ്രോഗ്രാംസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കൊറി ഇവിടെ ഓക്കെ ആണെങ്കിലും പിന്നീട് നമ്മൾ കോൾ ഫങ്ഷൻ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കിയ പ്രൊസീജിയറിനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് നൾ വാല്യൂ ആണ് വരിക, നൾ വാല്യൂ ആണ് കാണിക്കുക. അതാണ് താഴെ കൊടുത്തിട്ടുള്ള ഔട്ട്പുട്ട്. അപ്പോൾ MySQL ഫങ്ഷൻസ് താഴെ ഒരു 4 കാറ്റഗറീസ് പറയുന്നുണ്ട്. ഈ 4 കാറ്റഗറീസിലാണ് വരിക. അപ്പോൾ ഒന്ന് സ്ട്രിംഗ് ഫങ്ഷൻ, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻ, മിസ്ലേനിയസ് ഫങ്ഷൻസ്. അപ്പോൾ സ്ട്രിംഗ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ഇതൊക്കെ നമ്മൾ ചെറിയ സീലൊക്കെ പഠിച്ചതാട്ടോ. ഫങ്ഷൻസ് പെർഫോം ഓപ്പറേഷൻസ് ഓൺ സ്ട്രിംഗ് വേരിയബിൾസിലെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് സ്ട്രിംഗ് ഫങ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ അതിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, അതേപോലെ സ്ട്രിങ്ങിൽ ക്യാരക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാൻ, സബ്സ്ട്രിങ് കണ്ടെത്താൻ, അതേപോലെ ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസൊക്കെ ഇതിൽ വരും. സ്ട്രിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും സ്ട്രിംഗ് ഫങ്ഷൻസിലാണ് വരിക. അടുത്തത് വരുന്നത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പറഞ്ഞാൽ നമ്പേഴ്സിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ അതിൽ വരുന്നത് എന്തൊക്കെയാവും, എക്സ്പൊണൻസിയേഷൻ, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, ലോഗരിതംസ്, അതൊക്കെ ഇതിൽ വരും മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. അതായത് നമ്പേഴ്സ് റിലേറ്റഡ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് നമുക്കറിയാം.
ഡേറ്റ് ആൻഡ് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും വരുന്ന ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ കറൻറ്റ്, ഡേറ്റ്, പിന്നെ അതേപോലെ ആഡ് ഓർ സബ്ട്രാക്ട് ടൈം ഇൻ്റർവെൽസ് ഫ്രം ഡേറ്റിൽ നിന്ന് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാനോ എന്നൊക്കെ വരും ടൈം ഇൻ്റർവെൽസ്. അത് പിന്നെ രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏത് റിലേറ്റഡ് ആണ്, ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസിൽ വരുന്നതാണ്. പിന്നെ മിസ്ലേനിയസ് ഫങ്ഷൻസിൽ വരുന്നത് ഫങ്ഷൻസ് ഇൻക്ലൂഡ് എവറിത്തിങ് നോട്ട് ഈസിലി റെക്കഗ്നൈസ്ഡ് ഇൻ ദ എബവ് 3 ഗ്രൂപ്പിംഗ്സ്. മുകളിൽ സ്പെസിഫൈ ചെയ്തതിൻ്റെ അപ്പുറമായിട്ട് വരുന്ന ഒരുവിധം എല്ലാ ഫങ്ഷൻസും ഏതാ വരുന്നത്, മിസ്ലേനിയസ് ഫങ്ഷനിലാണ് വരുന്നത്. അതായത് മറ്റുള്ളവ എന്നുള്ള മീനിങ് ആണ്. ദിസ് ഇൻക്ലൂഡ് കാസ്റ്റ് ഫങ്ഷൻസ്, അതേപോലെ ഫ്ലോ കൺട്രോൾ ഫങ്ഷൻസ്, അതേപോലെ ഇൻഫർമേഷണൽ ഫങ്ഷൻസ്, സെർവർ സൈഡിൽ ഇൻഫർമേഷനൊക്കെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ എൻക്രിപ്ഷൻ ഫങ്ഷൻസ് ഒക്കെ ഈ മിസ്ലേനിയസ് ഫങ്ഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഏതാണ് MySQL ഫങ്ഷൻസിൻ്റെ കാറ്റഗറീസിൽ വരുന്നതാണ്. അടുത്തത് ഇപ്പോൾ ഈ താഴെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഫങ്ഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു 3-4 ഒക്കെ ഓർമ്മ കിട്ടുന്ന രീതിയിൽ, അതായത് നമുക്ക് അറിയുന്ന മെയിൻ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഞാൻ ഇവിടെ എല്ലാതും പറയുന്നില്ല. ഇപ്പോൾ ABS ഓഫ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് നമ്പർ. അതായത് ആ ഇപ്പോൾ കൊടുത്ത നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ABS ഓഫ് നമ്പർ എന്ന് പറയുന്നത്. സീലിംഗ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് റിട്ടേൺസ് ദ നെക്സ്റ്റ് ഹയസ്റ്റ് ഇൻറ്റിജർ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സീലിംഗ് ഓഫ് 2.3 എന്നുള്ളതിൻ്റെ 2.3 എന്നതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് വരുന്നത് 3 ആണ്. അതായത് 2.3യിൽ അതിൻ്റെ മുകളിലേക്കുള്ള ഹയസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്, 3 ആണ്. അപ്പോൾ 3 ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഹയസ്റ്റ് ഇൻറ്റിജർ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സീലിംഗ്, അങ്ങനെ അതായത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ കുറച്ച് നോക്കി വെച്ചാൽ മതി. ഇപ്പോൾ കോൺകാറ്റ് നമുക്കറിയാം അല്ലേ, കോൺകാറ്റിനേറ്റ് ചെയ്യുക പറഞ്ഞാൽ 2 സ്ട്രിങ്ങുകളെ തമ്മിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രിങ് 1ഉം സ്ട്രിങ് 2, സ്ട്രിങ് 3 ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിൽ ചേർക്കാൻ, അത് നമുക്ക് എപ്പോഴും അറിയുന്നതാണ്. പിന്നെ ഗ്രേറ്റസ്റ്റ് കണ്ടു, ഗ്രേറ്റസ്റ്റ് നമ്പർ 1, നമ്പർ 2, നമ്പർ 3. അപ്പോൾ അതായത് ഈ 3-4 നമ്പർ ആർഗ്യുമെൻറ്റ്സിൽ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ഏതാണോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തത് പിന്നെ ഇപ്പോൾ ഏതാ, ഒരുവിധമൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ലോവർ സ്ട്രിങ്, ലെഫ്റ്റ് സ്ട്രിങ്, ലെങ്ത്ത്, അതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതാണോ ഓർക്കാൻ പറ്റുന്നത് അതെന്ത് ചെയ്യുക, അത് 2-3 നോക്കി വെക്കുക കേട്ടോ. പിന്നെ അടുത്തത് ഇതിൽ പിന്നെ അടുത്ത് വന്നിട്ട് പറയുന്നത് നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ച്, ഫങ്ഷൻസിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കുക. Functions can be used in any statement that accepts an expression. For example, insert statements, conditional statements and loop control clauses. അപ്പോൾ ഫങ്ഷൻസിന് നമുക്ക് ഏത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നോക്കുക, നമ്മളൊരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തു. ഫങ്ഷൻ എക്സാമ്പിൾ എന്നാണ് പ്രൊസീജിയറിൻ്റെ പേര്. ബിഗിൻ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, നമ്മൾ ഡിക്ലെയർ ചെയ്തു 20 years ago ടുഡേ ഡേറ്റ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്തു. മൈ സ്ട്രിങ് ഡിക്ലെയർ ചെയ്തു. പിന്നെ സെറ്റ് ചെയ്തു എന്ത്, 20 years ago ഈക്വൽ ടു ഡേറ്റ് സബ്, നമ്മൾ മുന്നേ പറഞ്ഞ കർ ഡേറ്റ് റിട്ടേൺസ് ദ കറൻറ്റ് ഡേറ്റ് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണത്. എന്ത് ചെയ്തു, പിന്നെ ഇൻ്റർവൽ 20 years, പിന്നെ സെറ്റ് മൈ സ്ട്രിങ് ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 20 ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കോൺകാറ്റിനേറ്റ് ചെയ്യാനും പറഞ്ഞു. പിന്നെ അതേപോലെ മൈ സ്ട്രിങ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു വീണ്ടും. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ കണ്ടീഷൻ സെറ്റ് ചെയ്തു. ഈഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കാര്യമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ താങ്ക് ഗുഡ്നെസ് യു ആർ റണ്ണിങ് 5.0 or ഹയർ എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയ ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുഞ്ഞു ഇൻറ്റിജർ വാല്യൂ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ടേംസ് യൂസ് ഒന്നും എഴുതണ്ട. അപ്പോൾ എന്ത് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ വരുന്ന കാര്യമാണ്. ഫസ്റ്റ് മൈ സ്ട്രിങ് എന്നതിനെ സെലക്ട് ചെയ്യില്ലേ, അപ്പോൾ അവിടെ എന്ത് വരും, അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തത് എന്തായിരുന്നു, ഇറ്റ് വാസ് 20 years ago ടുഡേ. അപ്പോൾ അതായത് ഇന്നത്തെ ഡേറ്റിൽ നിന്ന് 20 വർഷം മുന്നേ എന്നുള്ള ഡേറ്റാണ് നമുക്ക് അവിടെ കിട്ടേണ്ടത്. അതിനാണ് നമ്മളിവിടെ യൂസ് ചെയ്ത ഫംഗ്ഷൻ എന്ത്, കർ ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ മുകളിൽ യൂസ് ചെയ്തത്. അപ്പോൾ ആ വാല്യൂ ഇന്നത്തെ ഡേറ്റിൽ നിന്ന് 20 വർഷം മുന്നേ ഉള്ള വാല്യൂ അങ്ങോട്ട് എത്തിയതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ മൈ സ്ട്രിങ്ങിലെ വാല്യൂ എന്ത് ചെയ്യുന്നത്, നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, ഇറ്റ് വാസ്
ഇന്നത്തെ ഡേറ്റിൽ നിന്ന് 20 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ അതായത് ഈ പ്രോഗ്രാം വെച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ എത്രയാണ് 1985 11/22 എന്നുള്ള ഡേറ്റാണ് വരിക. ബാക്കി എന്ത് ചെയ്യും, കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് നമുക്ക് STT പെപ്പർ ടോട്ട് ദ ബാൻഡ് ടു പ്ലേ എന്നുള്ള ബാക്കി ഭാഗം കൂടെ എന്ത് വരും, അതിൻ്റെ കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്ത് വരും. അപ്പോൾ അവിടെ ആ നമ്മൾ യൂസ് ചെയ്ത ഫംഗ്ഷൻ എന്ത് ചെയ്തു, ഇന്നത്തെ ഡേറ്റിൽ നിന്ന് 20 വർഷം മുന്നേ ഉള്ള ഡേറ്റിൽ നമുക്കവിടെ മൈസ്ട്രിങ്ങിലേക്ക് തന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുത്തിരുന്നു. ആ കണ്ടീഷനിൽ ഏതാണോ ഓക്കെ ആയത് അത് വെച്ചിട്ട് എന്താണ് നമുക്കതിൻ്റെ റിസൾട്ട് വരികയാണ് ഇവിടെ വന്നത്. താങ്ക് ഗുഡ്നെസ് യു ആർ റണ്ണിങ് 5.0 or ഹയർ എന്നുള്ള ഓപ്ഷനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മളെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തത്. അടുത്തത് പറയുന്നത് ഡാറ്റ ടൈപ്സ് ആണ്. ഡാറ്റ ടൈപ്സ് എന്നത് വേരിയബിൾസ് ഇൻ MySQL സ്റ്റോർഡ് പ്രോഗ്രാംസ് ക്യാൻ ബി അസൈൻഡ് എനി ഓഫ് ദ ഡാറ്റ ടൈപ്സ്. ഏത് ഡാറ്റ ടൈപ്സ് MySQL വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അസൈൻ ചെയ്യാം വേരിയബിൾസിന്. അപ്പോൾ ഇതിൽ ഓൾ വേരിയബിൾസ് ഇൻ MySQL സ്റ്റോർഡ് പ്രോഗ്രാംസ് ആർ സ്കാലാർസ് വിച്ച് ഈസ് ടു സേ വേരിയബിൾസ് ദാറ്റ് സ്റ്റോർ ഓൺലി എ സിംഗിൾ ഐറ്റം. വേരിയബിൾസ് എല്ലാം ഒരു സിംഗിൾ ഐറ്റത്തിന് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ ദർ ഈസ് നോ ഇക്വാലൻസ് ടു അറേസ് റെക്കോർഡ്സ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് യു ക്യാൻ ഫൈൻഡ് ഇൻ സം അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇപ്പോൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പോലെ അറേസിന് റെക്കോർഡിന് സ്ട്രക്ചേഴ്സിനൊന്നും വേറെ ഇക്വാലൻ്റ് ആയിട്ട് വേറൊന്നും ഇതിലില്ല, MySQL ഇല്ല. അപ്പോൾ MySQLൻ്റെ ഡാറ്റ ടൈപ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ അറിയുന്നത് തന്നെ. ഇൻറ്റിജർ, അതായത് 32 ബിറ്റ് ഇൻറ്റിജർ ആണ്, വാല്യൂസൊക്കെ കൊടുത്തതാണ്. പിന്നെ ബിഗ് ഇൻറ്റ് വരും, അതിൽ 64 ബിറ്റ് ഇൻറ്റിജർ ആണ് വരിക. പിന്നെ ഫ്ലോട്ട് 32 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ. ഡബിൾ എന്ന് പറയുന്നത് 64 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ ആയിരിക്കും. പിന്നെ ഡെസിമലിൽ അതേപോലെ ന്യൂമറിക് എന്താണ് ഫിക്സ്ഡ് പോയിൻ്റ് നമ്പറാണ് വരിക. പിന്നെ അതേപോലെ ഡേറ്റ് എന്താ കലണ്ടർ ഡേറ്റ് വിത്ത് നോ സ്പെസിഫിക്കേഷൻ ഓഫ് ടൈം. ഡേറ്റ് ടൈം എന്ന് പറഞ്ഞാൽ അവിടെ എന്തും കൂടെ വരും, ടൈമും കൂടെ ചേർത്ത് വരും. ഡേറ്റിൻ്റെ കൂടെ ടൈമും കൂടെ ചേർന്ന് വരും. ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. പിന്നെ ക്യാർ എന്താ ക്യാരക്ടറിലെ ലെങ്ത്ത്, ഫിക്സ്ഡ് ലെങ്ത്ത് ഓഫ് ക്യാരക്ടർ സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ക്യാരക്ടർ. അപ്പോൾ മാക്സിമം എത്ര വരും, 255 ബൈറ്റ്സ് വരെ പോകും അല്ലേ ക്യാരക്ടർ ലെങ്ത്ത്. പിന്നെ varchar എന്ന് പറയുന്നത് വേരിയബിൾ ലെങ്ത്ത് സ്ട്രിങ് ആണ്, 64K ഇൻ ലെങ്ത്ത്. പിന്നെ ബ്ലോബ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അപ് ടു 64K ഓഫ് ഡാറ്റ. ബൈനറി ഇൻ ദ കേസ് ഓഫ് ബിലോബ് ഓർ ടെക്സ്റ്റ് ഇൻ ദ കേസ് ഓഫ് ടെക്സ്റ്റ്. അപ്പോൾ 64K ഓഫ് ഡാറ്റ വരെ പോകാവുന്ന ടെക്സ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ബ്ലോബ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ലോങ് ബ്ലോബ് ലോങ് ടെക്സ്റ്റ് അത് അതിൻ്റെ ഒന്നും കൂടെ ഗ്രേറ്റർ ആയിട്ടുള്ള വേർഷനാണ്, അതായത് ലോങ്ങർ വേർഷൻസ് ആണ്. capable of storing up to 4 GB ഓഫ് ഡാറ്റ, 4 GB ഓഫ് ഡാറ്റ വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് ഈ രണ്ടും പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്ത് ഡാറ്റ ടൈപ്പിൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ സിയിൽ അതേപോലെ ജാവയിലൊക്കെ പഠിച്ചതാണ്, സെയിം തന്നെയാണ്. അതേപോലെ ഇതിൽ വരുന്ന വേറൊരു കാര്യമാണ് നമ്മൾ ബ്ലോക്ക് സ്ട്രക്ചർ ഓഫ് സ്റ്റോർഡ് പ്രോഗ്രാംസ് അറിഞ്ഞിട്ട്, അതായത് ഈഫ് ദെൻ എൽസ് വൈൽ, അതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച സെയിം സിൻറ്റാക്സുകൾ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ.